Hallelujah. God is good God. Amen. ദൈവം നല്ല ദൈവമാകും. Ephesians chapter 3 verse 20. എഫെസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ The Bible says, now to him who is able to do exceedingly abundantly above all what we ask or think, according to the power that is working within us. തിരുവചനം ഇങ്ങനെ പറയുകയാണെന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. Let's pray right now. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Father, we believe that you are able to do exceedingly abundantly, Lord. പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാകും. Hallelujah. Hallelujah. You are able to do exceedingly abundantly than more what was there in 2023. കർത്താവേ, 2023 എന്തുണ്ടായിരുന്നു അതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാകുന്നു. I sense the Lord saying, I am going to pour out greater measure. ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ഗ്രഹിക്കുന്നു. ഇന്ന് വലിയ അളവിൽ കർത്താവ് പകരും. According to the power that is working within us. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അനുസരിച്ച്. Lord, I pray for a move of the Holy Spirit. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Hallelujah. Hallelujah. That this year would be a year of surrender before the Lord. ഈ വർഷം ദൈവമുമ്പാകെ ഒരു വിധേയത്വത്തിന്റെ വർഷമായി മാറട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. God is able to do exceedingly abundantly more than what we ask or imagine. ദൈവം നമുക്ക് നനയ്ക്കുവാനും ചോദിക്കുവാനും കഴിയുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാകും. But there is a condition there, according to the power that is working within us. എന്നാൽ അവിടെ ഒരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നു, നമ്മിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവശക്തിക്ക് അനുസരിച്ച്. For the power to work within us in its fullness, ആ ശക്തിക്ക് പൂർണ്ണമായി നമ്മിൽ വ്യാപരിക്കുവാനായി is based on the amount of surrender that you have for the one who is giving that power. ആ ശക്തി നൽകുന്ന ദൈവത്തിന് മുമ്പാകെ നാം എത്രത്തോളം വിധേയപ്പെടുന്നുവോ അതിനനുസരിച്ചിരിക്കും. Surrender is a continuous process. It is a continuous lifestyle. വിധേയപ്പെടുക എന്ന് പറയുന്നത് നിരന്തരമായി അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്യേണ്ട ഒരു ജീവിത ശൈലി തന്നെയാണ്. When we are living in a kingdom, if you are surrendering today but you are not surrendering tomorrow, that's rebellion. നാം ഒരു ഭരണകൂടത്തിൽ ജീവിക്കുകയാണെങ്കിൽ നാം ഇന്ന് വിധേയപ്പെട്ടു, എന്നാൽ നാളെ ഞാൻ വിധേയപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് മത്സരം അല്ലെങ്കിൽ മറുതലിപ്പാണ്. Our surrender is an ongoing act of worship. ദൈവത്തിന് മുമ്പാകെയുള്ള ഒരു ആരാധനയാകുന്നു നമ്മുടേതായിട്ടുള്ള വിധേയപ്പെടൽ. 1 Kings chapter 20 verse 1 to 4. 1 രാജാക്കന്മാർ 1-ാമത്തെ അധ്യായം 20-ാമത്തെ 1 Kings chapter 20 verse 1 to 4. 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Let's read in Malayalam. അത് മലയാളത്തിൽ വായിക്കാം. അരാം രാജാവായ ബെൻ ഹദദ് തന്റെ സൈന്യത്തെ ഒക്കെയും ഒന്നിച്ചുകൂട്ടി. അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമര്യയെ നിരോധിച്ച് അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ അവൻ ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എൻ്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞ് അയച്ചു. What Ben-Hadad asked of Ahab was absolute surrender. ബെൻഹദദ് ചോദിച്ചത് പൂർണ്ണമായിട്ടുള്ള വിധേയത്വമായിരുന്നു. And what Ahab gave was what he asked. He gave absolute surrender. താൻ ചോദിച്ചത് തന്നെ ആഹാബ് രാജാവ് കൊടുക്കുകയാണ്. What does absolute surrender look like? It looks as in the scripture. ഈ വേദഭാഗം പോലെ തന്നെയാകുന്നു പൂർണ്ണമായിട്ടുള്ള വിധേയപ്പെടൽ എന്ന് പറയുന്നത് കാണുവാനായിട്ട്. Verse 4, the Bible says, the king of Israel says, my Lord, O king, just as you say, I and all that I have is yours. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതിന് ഇസ്രായേൽ രാജാവ്, എൻ്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന മറുപടി പറഞ്ഞു. Those are the words of absolute surrender. ഇതാകുന്നു പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ. That is how every child of God must yield to God the Father. ഇതുപോലെ ആകുന്നു ഏതൊരു ദൈവ പൈതലും പിതാവാകുന്ന ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വിധേയപ്പെടേണ്ടത്. Can we say that, my God, just as you say? നമുക്ക് ഇതുപോലെ പറയാൻ കഴിയുമോ? എൻ്റെ ദൈവമേ, അങ്ങ് പറയുന്നത് പോലെ, just as you say, അങ്ങ് പറയുന്നത് പോലെ, I and all that I have is yours. എനിക്കുള്ളതൊക്കെയും അങ്ങയുടേത്. Our surrender to God should mirror a wholehearted devotion. നമ്മുടെ വിധേയത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണം കാണിക്കേണ്ടിയിരിക്കും. If I have a pen, the pen must be absolute surrender to me.
എനിക്കൊരു പേന ഉണ്ടെങ്കിൽ ആ പേന പൂർണ്ണമായിട്ടും എനിക്ക് വിധേയപ്പെടുമ്പോൾ so then only I can use it properly. എനിക്ക് അപ്പോൾ മാത്രമേ അതിനെ ശരിയാവണ്ണം ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. Absolute surrender is not passive resignation. പൂർണ്ണമായിട്ടുള്ള വിധേയത്വം എന്ന് പറയുന്നത് നിർജീവമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു വിരമിക്കലല്ല, but is an active ongoing act of worship. എന്നാൽ നിരന്തരമായിട്ടുള്ള ദൈവത്തിനുള്ള ആരാധനയുള്ള സമർപ്പണമാകും. So where does absolute surrender come from? അതുകൊണ്ട് എവിടെ നിന്നാകുന്നു ഈ പൂർണ്ണമായിട്ടുള്ള വിധേയത്വം വരുന്നത്? Absolute surrender comes from absolute devotion. പൂർണ്ണമായിട്ടുള്ള സമർപ്പണം വരുന്നത് അല്ലെങ്കിൽ വിധേയത്വം വരുന്നത് പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിൽ നിന്നാകും. Ahab surrendered before Ben-Hadad because of compulsion. ആഹാബ് ബെൻഹദദിന് മുമ്പാകെ വിധേയപ്പെട്ടത് നിർബന്ധത്താലാണ്. But God wants absolute surrender, not out of compulsion, out of absolute devotion. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നിർബന്ധത്താലുള്ള വിധേയത്വമല്ല, എന്നാൽ പൂർണ്ണമായിട്ടുള്ള ആത്മസമർപ്പണത്തിൽ നിന്നുള്ള ഈ വിധേയത്വമാണ്. To understand absolute devotion, we will look at a story that happened in Japan many years ago. പൂർണ്ണമായിട്ടുള്ള ആ സമർപ്പണം മനസ്സിലാക്കണമെങ്കിൽ ജപ്പാനിൽ നടന്നതായിട്ടുള്ള ഒരു കഥ, അനേക വർഷങ്ങൾക്ക് മുമ്പാകെ നടന്നൊരു കഥ നമുക്ക്. This is a true story of a dog called Hachiko. അച്ചിക്കോ എന്ന് പറയുന്ന ഒരു നായയുടേതായിട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ്. It belongs to a breed of dogs called Akita. അക്കീറ്റ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ പെട്ടിരിക്കുന്ന ഒരു ഇനത്തിൽ പെട്ടിരിക്കുന്ന നായയാണ്. This breed will only have one master his entire lifestyle. ഈ ഒരു കൂട്ടത്തിന്റെ ഇനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് ജീവിതകാലം മുഴുവൻ അതിന് ഒരു യജമാനനെ ഉണ്ടാവുകയുള്ളൂ. And one master and an absolute devotion to that one master. ഈ യജമാനനോട് പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്. So one day a man gets a gift from a friend and he got this small puppy as a courier. അപ്പോൾ ഒരിക്കൽ ഈ ഒരു നായ്ക്കുട്ടിയെ ഒരു സുഹൃത്തിൽ നിന്നും ഈ വ്യക്തിക്ക് ഒരു സമ്മാനമായിട്ട് ലഭിക്കുകയാണ്. So he and his family begins to breed the dog and the dog grows in their home. അപ്പോൾ താനും തന്റെ കുടുംബവും ഈ നായ്ക്കുട്ടിയെ വളർത്തുവാനായിട്ട് തുടങ്ങി. So this man is a professor in a university. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. Every morning he goes to the railway station, travels by train and he comes back in the evening by train. എന്നും അദ്ദേഹം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ട്രെയിനിൽ സഞ്ചരിച്ച് അതിനുശേഷം അദ്ദേഹം ഭവനത്തിലേക്ക് അതുപോലെ തന്നെ തിരിച്ചു മടങ്ങി വരുന്നു. So Hachiko would also go with his master to the railway station. അപ്പോൾ അച്ചിക്കോയും തന്റെ യജമാനന്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. And on the way they would play football. പോകുന്ന വഴിക്ക് അവർ ഫുട്ബോൾ കളിക്കും. And in the evening and till the evening the dog would wait at the railway station. വൈകുന്നേരം തന്റെ യജമാനൻ വരുന്നത് വരെയും താൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കും. And when he comes back in the evening train he goes back to the home. അദ്ദേഹം തിരിച്ച് ട്രെയിനിൽ മടങ്ങി വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭവനത്തിലേക്ക് അവർ ഒന്നിച്ചു പോകും. Life went like that for a few years. അങ്ങനെ അല്പ വർഷങ്ങൾ ജീവിതം അവരുടെ അങ്ങനെ നടന്നുപോയി. The puppy grew. ആ നായ്ക്കുട്ടി വളർന്നു. One day every morning the master goes to the railway station for his university. ഒരു ദിവസം സാധാരണ പോലെ തന്നെ ആ യജമാനൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. And the dog also goes to the railway station. ആ നായയും അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. But while the professor was teaching in the university he falls down dead because of a heart attack. എന്നാൽ പ്രൊഫസർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെടുകയാണ്. And the family gets the bad news that the professor is no more. ആ കുടുംബത്തിന് ആ ദുഃഖ വാർത്ത ലഭിക്കുകയാണ്, അതായത് പ്രൊഫസർ മരണപ്പെട്ടിരിക്കുന്നു. But the dog is unable to understand his master is no more. എന്നാൽ ആ നായയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല തന്റെ ആ യജമാനൻ ഇനി ഇല്ല എന്നുള്ളത്. And the dog continued waiting at the railway station. ആ നായ് അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. And the years went by. വർഷങ്ങൾ കടന്നുപോയി. Every day the dog would wait when the evening train was coming if his master was there the evening train. ഓരോ ദിവസവും ആ നായ അവിടെ കാത്തിരുന്ന വൈകുന്നേരത്തെ ആ ട്രെയിനിന്റെ സമയത്ത് തന്റെ യജമാനൻ വരുന്നുണ്ടോ എന്ന് നോക്കി. It had no more master. അതിന് പിന്നീട് യജമാനന്മാരില്ലായിരുന്നു. But absolutely devoted to the fact his master would come. എന്നാൽ തന്റെ ആ യജമാനൻ വരും എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടു കൂടെ കാത്തിരിക്കുകയാണ്. And after 10 years the dog grows old. 10 വർഷത്തിന് ശേഷം ആ നായയ്ക്ക് പ്രായമായി. And until the last day, even the evening train coming, the dog was looking if his master was there the evening train. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസവും താൻ നോക്കുകയാണ് ആ വൈകുന്നേരത്തെ ട്രെയിനിൽ തന്റെ യജമാനുണ്ടോ. And the dog passed away. അതിനുശേഷം ആ നായ മരിച്ചു. That was absolute devotion. അത് പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണമാണ്. You might wonder, God, can I reach that place? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, എനിക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുവാൻ കഴിയുമോ? You know, we are thinking, God, I am a human, I am a sinner. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന കർത്താവേ, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു പാപിയാണ്. See, when a baby is born, the baby has no devotion to his mother. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് മാതാവുമായിട്ട് പ്രത്യേകിച്ച് സമർപ്പണമൊന്നുമില്ല. All the baby knows is to drink milk. കുഞ്ഞിന് അറിയുന്നത് പാല് കുടിക്കുവാൻ മാത്രമാണ്. But situation is different after 10 years. എന്നാൽ 10 വർഷം കഴിയുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. You know, the baby grows in his devotion. കുഞ്ഞ് ആ സമർപ്പണത്തിൽ വളരുകയാണ്. So the key is, are we growing in our devotion? അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത
എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണത്തിൽ നാം വളരുക എന്നുള്ളതാണ്. We cannot crash land into a devotion. We cannot crash land into a devotion. നമുക്ക് ഒരു സമർപ്പണത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യുവാൻ കഴിയുകയില്ല. We cannot parachute and come to a place of devotion. നമുക്ക് സമർപ്പണത്തിലേക്ക് പാരച്യൂട്ടിലേക്ക് വന്ന് വീഴാനൊന്നും We കഴിയുകയില്ല. need to grow in our devotion. എന്നാൽ നമ്മുടെ സമർപ്പണത്തിലേക്ക് നാം വളരുകയാണ് വേണ്ടത്. Hallelujah. Hallelujah. You know, there are different seasons in life. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിന്റെ വ്യത്യസ്ത കാലങ്ങളിൽ Whatever seasons that God has for us, ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ഏത് കാലമാണെങ്കിലും ശരി, God wants absolute surrender to His plans and wills. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്കും ദൈവത്തിന്റെ ഇഷ്ടത്തിനും നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള വിധേയത്വമാണ്. Every season, an absolute surrender coming out of an absolute devotion. ഏത് ഒരു കാലത്തിലാണെങ്കിലും ശരി, പൂർണ്ണമായിട്ടുള്ള വിധേയത്വം വരുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിൽ നിന്നാണ്. Ecclesiastes 3 verse 1. സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 1-ാമത്തെ വാക്യം The ഇങ്ങനെ Bible പറയുന്നു. says, to everything there is a season, a time for every purpose under heaven. തിരുവചനം പറയുകയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. All of us are in different seasons of life. നാം എല്ലാവരും ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങളിലായിരിക്കും. How you handle your current season also determines how you're going to handle the next season of life. നിങ്ങൾ ഇപ്പോഴുള്ള കാലം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അത് നിങ്ങളുടെ അടുത്ത കാലത്തിനെ വളരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. Seasons will come and go, കാലങ്ങൾ വരികയും ചെയ്യും പോവുകയും ചെയ്യും. but God desires absolute surrender in all seasons. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ കാലത്തിലുമുള്ള സമ്പൂർണ്ണ വിധേയത്വമാവും. The call to surrender is not based on our circumstances. വിധേയത്വത്തിന് വേണ്ടിയുള്ള വിളി എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ടുള്ള വിളിയല്ല. So we need to surrender before the Lord in every life situation. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ശരി, നാം ദൈവത്തിന് പൂർണ്ണമായും നാം വിധേയപ്പെടണം. Surrender in all seasons. എല്ലാ കാലത്തിലും ദൈവത്തിന് വിധേയപ്പെടുക. That dog surrendered, had absolute devotion whether his master was alive or dead. ആ നായയെ സംബന്ധിച്ച് തന്റെ യജമാനൻ മരിച്ചെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി പൂർണ്ണമായിട്ടുള്ള സമർപ്പണമായി. Hallelujah, our God is not dead, He's alive. നമ്മുടെ ദൈവം മരിച്ചിട്ടില്ല, നമ്മുടെ ദൈവം Amen. ഇന്ന് ജീവനോടുകൂടി Hallelujah. 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 So God wants surrender in every situation. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ സമ്പൂർണ്ണ വിധേയത്വമാകുന്നു, അല്ലെങ്കിൽ സമർപ്പണമാകും. In some life situations it's easy to surrender, sometimes it is not that easy to surrender. ചില ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കുവാൻ എളുപ്പമാണ്, എന്നാൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയല്ല. As we navigate in life's various seasons, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ from success or failure, അത് വിജയത്തിൽ നിന്നാകാം, പരാജയത്തിലാകാം, poverty or abundance, അത് ദാരിദ്ര്യത്തിലായിരിക്കോട്ടെ സമൃദ്ധിയിലായിക്കോട്ടെ, our surrender is crucial in our upward trajectory with God. ദൈവവുമായിട്ടുള്ള മുകളിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ വിധേയത്വം ഒരു വളരെ നിർണായകമായ കാര്യമാണ്. So what are the few life seasons that we need to surrender? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങളാണ് നാം ദൈവത്തിന് In വിധേയപ്പെടുന്നത്? Genesis 22 verse 1 to 2. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെതായിട്ടുള്ള 22-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Let's read in Malayalam. അത് മലയാളത്തിൽ വായിക്കാം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. Abraham had to surrender when God asked him for his very best. അബ്രഹാമിന് തന്റെ മികച്ചതിനെ ദൈവത്തിന് നൽകേണ്ടതായിട്ട് വന്നു ദൈവം ചോദിച്ചപ്പോൾ. Surrender when God is asking for your very best. ദൈവം നിങ്ങളുടെ ഏറ്റവും മികച്ചതിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് കൊടുക്കുക. Don't give the crumbs. ബാക്കിയുള്ളതോ ശേഷിക്കുന്നതോ അല്ല കൊടുക്കേണ്ടത്. Hallelujah. Sometimes we need to let go of the best. ചില സമയത്ത് നമ്മുടെ മികച്ചതിനെ നാം വിട്ടുകൊടുക്കേണ്ടതായി വരും. Abraham's willingness to sacrifice his son made him a father of many nations. അബ്രഹാമിന് ഇസഹാക്കിനെ വിട്ടുകൊടുക്കുവാനായിട്ട് നൽകുവാനായിട്ടുള്ള ആ വിധേയത്വം തന്നെ ബഹുജാതികളുടേതായിട്ടുള്ള പിതാവാക്കി When he surrendered, he knew God is able to resurrect Isaac from the dead. താൻ ഇസഹാക്കിനെ വിട്ടുകൊടുത്തപ്പോൾ അല്ലെങ്കിൽ നൽകുവാൻ തയ്യാറായപ്പോൾ അബ്രഹാമിന് അറിയാമായിരുന്നു ഇസഹാക്കിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തിയുള്ളവൻ. Today we have heard about resurrection. In those days Abraham has not heard about നാം resurrection. ഈ കാലത്ത് പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ആ സമയത്ത് അബ്രഹാം അങ്ങനെ കേട്ടിട്ടില്ല. It's always difficult to give God our very best. നമ്മുടെ മികച്ചത് ദൈവത്തിന് നൽകുക എന്നുള്ളത് എപ്പോഴും പ്രയാസകരമാണ്. We may have to surrender to God things what we love. നാം ഇഷ്ടപ്പെടുന്നത് നാം ദൈവത്തിന് നൽകേണ്ടി വരും. Sometimes we need to let go of that what we love. ചിലപ്പോൾ നാം സ്നേഹിക്കുന്നത് നാം വിട്ടുകൊടുക്കേണ്ടി വരും. Let go of our very best.
നമ്മുടെ ഏറ്റവും മികച്ചത് നാം വിട്ടുകൊടുക്കേണ്ടി But വരും. God is able to restore back the very best to you. എന്നാൽ ആ ഏറ്റവും മികച്ചതിനെ മടക്കി നൽകുവാൻ ദൈവം ശക്തനാണ്. You know, why does God ask us for our very best? എന്തിനാണ് ദൈവം നമ്മുടെ മികച്ചതിനെ നമ്മോട് ചോദിക്കുന്നത്? It is not that God is poor in heaven. ദൈവം സ്വർഗത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടല്ല. It is because God wants to check our hearts. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുവാൻ വേണ്ടിയാകുന്നു. And He wants us to know about our hearts. നമ്മുടേതായിട്ടുള്ള ഹൃദയത്തിന്റെ അവസ്ഥ നാം തിരിച്ചറിയണമെന്ന് ദൈവം So ആഗ്രഹിക്കുന്നു. surrender when God asks for your very best. അതുകൊണ്ട് നിങ്ങളുടെ മികച്ചതിനെ ദൈവം ചോദിക്കുമ്പോൾ നിങ്ങൾ വിധേയപ്പെടുക. That might be, your best time. At morning 6 o'clock. That's the time that you might enjoy sleeping. ഒരുപക്ഷെ അത് നിങ്ങളുടെ രാവിലെ 6 മണിക്കത്തുള്ള സമയമായിരിക്കാം. അത് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്ന സമയമായിരിക്കാം. ഒരുപക്ഷെ Can you surrender your time to the Lord? നിങ്ങളുടെ ആ സമയം ഒരുപക്ഷെ അല്ലെങ്കിൽ ദൈവത്തിന് നൽകാൻ കഴിയുമോ? Second season രണ്ടാമതായിട്ടുള്ള കാലം is Genesis 12 verse 1 to 4. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Let's read in Malayalam. നമുക്കത് മലയാളത്തിൽ വായിക്കാം. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. One fine day, Abraham had to leave everything. ഒരു ദിവസം അബ്രാമിന് തനിക്കുള്ളതെല്ലാം വിട്ടുപോകേണ്ടതായി. His father's home, friends, relatives. തന്റെ പിതൃഭവനം, തന്റെ സുഹൃത്തുക്കൾ, തന്റെ ചാർച്ചക്കാർ. He had to go to a country where he had no clue. തനിക്ക് അറിവില്ലാത്തതായിട്ടുള്ള ഒരു ദേശത്തേക്ക് തനിക്ക് He had to leave all his inheritance. തനിക്കുള്ള ഓഹരി എല്ലാം തനിക്ക് മാറ്റിവെക്കേണ്ടതായി വന്നു. He had to surrender his career, his profession. താൻ ചെയ്തുകൊണ്ടിരുന്ന വേലയെല്ലാം താൻ മാറ്റിവെക്കുകയാണ്. He had to just go out and walk in the streets. തനിക്ക് തെരുവുകളിലൂടെ നടക്കേണ്ടതായി വരികയാണ്. He had no idea what's next. അടുത്തത് എന്തെന്നുള്ള അറിവ് ഇല്ലാതെയാകുന്നു താൻ യാത്ര ചെയ്തത്. You got to surrender before God when you don't know about your future. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ വിധേയപ്പെടണം. When we don't know about our future, usually what happens is we get worried and anxious. നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് നാം അതിനെക്കുറിച്ച് ഭാരപ്പെട്ട് ആകുലതയിലാകും. Instead of surrendering our future to the Lord, we are worried and anxious and we add to it. നമ്മുടെ ഭാവിയെ നാം ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നതിന് പകരം അല്ലെങ്കിൽ വിധേയപ്പെടുന്നതിന് പകരം നാം ആകുലപ്പെടുന്നു. He had to surrender even when he had no idea what's ahead of me. തനിക്ക് മുമ്പാകെ എന്ത് എന്ന് അറിയാതിരുന്നപ്പോഴും അബ്രാം അവിടെ വിധേയപ്പെടുകയാണ്. Hallelujah. Hallelujah. Your surrender of your future will lead you to a life of faith. നിങ്ങളുടേതായിട്ടുള്ള ആ ഭാവിയെ നിങ്ങൾ ദൈവമുമ്പാകെ വിധേയപ്പെടുന്നത് നിങ്ങളുടെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കും. Your surrender of God's best will lead where God is restoring back. ദൈവത്തിന് നിങ്ങളുടെ മികച്ചത് നൽകുമ്പോൾ ദൈവത്തിന് അത് മടക്കി നൽകുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. But your surrender of your uncertain future will lead you to a life of faith. എന്നാൽ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോൾ ആ അനിശ്ചിതത്വം നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ ദൈവം വിശ്വാസത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കും. Hallelujah. That's how Abraham became a father of faith. അങ്ങനെയാകുന്നു എബ്രഹാം വിശ്വാസികളുടേതായിട്ടുള്ള പിതാവായത്. Hallelujah. Hallelujah. Let's look into the next season for Luke chapter 5 verse 4 to 8. അടുത്തതായിട്ടുള്ള കാലം നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റേതായിട്ടുള്ള സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ Luke chapter 5 verse 4 to 8. ലൂക്കോസിന്റേതായിട്ടുള്ള സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു.
Peter toiled all night and got nothing. ശീമോൻ അവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും ലഭിച്ചില്ല. Failure after failure. ആ പരാജയം തുടർന്നുകൊണ്ടേയിരിക്കുകയാകുന്നു. Sometimes we are yet to see God's promise being fulfilled. ചിലപ്പോൾ നാം ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയാകുവാൻ ഇപ്പോഴും കാത്തിരിക്കുകയായിരിക്കാം. Hallelujah. Hallelujah. Sometimes we'll have a season of failures and pains. ചില സമയത്ത് നാം അങ്ങനെയുള്ള ഒരു പരാജയത്തിൻ്റെതായുള്ള കാലത്തിലേക്ക് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. Can we tell the Lord, Lord, I surrender my pains and my failures? നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയുമോ, കർത്താവേ, എന്റെ പരാജയവും എന്റെ വേദനയും ഞാൻ അങ്ങേക്ക് നൽകുന്നു, ഞാൻ വിധേയപ്പെടുന്നു. My unfruitful toil I surrender before you. കർത്താവേ, ഫലമില്ലാതെയുള്ള എന്റെ ഈ അധ്വാനം അത് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. We don't know when the season will get over. ഈ കാലം എപ്പോൾ തീരുമെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. For many years this is going on. അനേക വർഷങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. The Bible says that Joseph refused to be comforted when he heard about the news of his son. തിരുവചനം പറയുകയാകുന്നു, അതായത് തന്റെ പുത്രനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ യോസേഫിനെ ആശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. He said, I will die in this morning. ഞാൻ ഈ വേദനയിൽ മരിക്കട്ടെ എന്ന് പറയുകയാണ്. Don't continue in your pain. നിങ്ങളുടെ വേദനയിൽ നിങ്ങൾ നിലനിൽക്കരുത്. Joseph refused to come out of pain. യോസേഫ് ആ വേദനയിൽ നിന്ന് പുറത്തു വരുവാൻ കൂട്ടാക്കിയില്ല. Surrender your pain. നിങ്ങളുടെ വേദന നിങ്ങൾ വിധേയപ്പെടുക, ദൈവത്തിന് നൽകുക. Peter said, at your word I will put the net down. അവിടെ പത്രോസ് പറയുകയാകുന്നു, അങ്ങയുടെ വാക്കിന്മേൽ ഞാൻ ഈ വലയിറക്കാം. Hallelujah. Hallelujah. In the season of your of repeated failures and pain, there is still a word of God for you. നിങ്ങളുടേതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാജയത്തിന്റെയും വേദനയുടെയും നടുവിൽ ദൈവത്തിന്റെ വാക്ക് നിങ്ങൾക്കുണ്ട്. There is still a word for you. അവിടെ അപ്പോഴും നിങ്ങൾക്കൊരു വാക്കുണ്ട്. There is still a promise for you. ദൈവത്തിന്റെ വാഗ്ദത്തം അപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നു. At his word, when you put down your net, there will be a great catch. ദൈവത്തിൻ്റെതായുള്ള വാക്കിന്മേൽ നിങ്ങളുടെ വല നിങ്ങൾ ഇറക്കുമ്പോൾ അവിടെ പെരുത്ത ഒരു മീൻകൂട്ടത്തിന്റെ അനുഭവം നിങ്ങൾക്ക്. Peter did not say, Lord, I toiled and I'm going back. പത്രോസ് പറഞ്ഞില്ല, കർത്താവേ, ഞാൻ അധ്വാനിച്ചു, അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല, ഞാൻ മടങ്ങി പോവുകയാണ്. What is so special about your word? അങ്ങയുടെ വാക്കിന് ഇനി എന്താണ് ഒരു പ്രത്യേകത? You have said it before. ഈ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. But in this season there is a word for you to put your nets down. എന്നാൽ ഈ കാലത്തിൽ ദൈവത്തിന്റെ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ വല നിങ്ങൾ ആഴത്തിൽ ഇറക്കുക. Surrender your pain to the Lord. നിങ്ങളുടെ വേദന ദൈവത്തിന് നൽകുക. And catch that word of promise. ആ വാഗ്ദത്തത്തിന്റെ വാക്ക് നിങ്ങൾ സ്വീകരിച്ചു. When you surrender your pain, നിങ്ങളുടെ വേദന നിങ്ങൾ ദൈവത്തിന് നൽകുമ്പോൾ, and catch that word from God, ആ ദൈവത്തിൽ നിന്നുള്ള ആ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കുമ്പോൾ, there is a healing that will come to you. അവിടെ കടന്നു വരുന്നതായിട്ടുള്ള ഒരു സൗഖ്യമുണ്ട്. There will be a new thing that will come to you. അവിടെ നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു പുതിയ കാര്യമുണ്ട്. The promise of God will be fulfilled. ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയാകും. Hallelujah. 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 Oh, if Peter had just gone back, പത്രോസ് മടങ്ങി പോയിരുന്നെങ്കിൽ he would not have seen the miracle. താൻ ഈ അത്ഭുതം കാണുവാൻ ഇടവരികയില്ല. Give it to the Lord today. ഇന്ന് നിങ്ങൾ ദൈവത്തിന് നൽകിയ. I said to the Lord, saying, many of us have come to church carrying extra baggage. ഞാൻ ഇന്ന് എന്റെ ആത്മാവിൽ കേൾക്കുന്നത്, പലരും സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അധികമായിട്ടുള്ള ചില ഭാണ്ഡക്കെട്ടുകൾ എടുത്തുകൊണ്ടാണ്. Just leave that baggage. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. Just say, Lord, I surrender. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ വിധേയപ്പെടുന്നു. I might have failed again and again. ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ടാകാം. But I want to come out of it. എന്നാൽ ഇതിൽ നിന്ന് ഞാൻ പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കുന്നു. I surrender before you, Lord. ഞാൻ അങ്ങേക്ക് മുമ്പാകെ വിധേയപ്പെടുന്നു. I yield myself to you. കർത്താവേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പാകെ വിധേയപ്പെടുത്തുന്നു. Thank you, Jesus. നന്ദി യേശുവേ. Your surrender to God in your pain and failures നിങ്ങളുടേതായിട്ടുള്ള പരാജയത്തിന്റെയും വേദനയുടെയും മധ്യേ നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുക. will lead you to see the healing. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് സൗഖ്യത്തിന് Will കാരണമാകും. lead you to see the hand of God. ദൈവത്തിന്റെ കരം കാണുവാൻ ഇടവരും. Hallelujah. Hallelujah. Don't continue in your pain. നിങ്ങളുടെ വേദനയിൽ നിങ്ങൾ നിലനിൽക്കരുത്. Hallelujah. Hallelujah. Next season. അടുത്ത കാലം. Luke chapter 5 verse 9 to 11. ലൂക്കോസിന്റേതായിട്ടുള്ള സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. The next few verses. Let's read. അല്പ ചില വാക്യങ്ങളാകുന്നു അടുത്തതായിട്ട് കാണുന്നത്. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെ ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു.
പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. Suddenly from failure they came to success. അവർ പെട്ടെന്ന് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരികയാണ്. You know, success needs to be carefully handled just like failure. പരാജയത്തെ പോലെ തന്നെ വിജയവും വളരെ സൂക്ഷ്മതയോടുകൂടി നാം കൈകാര്യം ചെയ്യണം. When you succeed, there is a surrendering act that you need to do before the Lord. നിങ്ങൾ ജയിക്കുമ്പോഴും ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ വിധേയപ്പെടേണ്ടതാണ്. Else something happens that something gets into your head or you grow 1 inch taller. അല്ലെങ്കിൽ പിന്നെ തലയിൽ ചില കാര്യങ്ങൾ വളർന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പൊക്കം കൂടിയതുപോലെ തോന്നും. You know, that pride starts to creep in. ചിലപ്പോൾ അഹങ്കാരം വളരുവാൻ തുടങ്ങും. Many celebrities, they don't know how to handle success. പല പ്രസിദ്ധർക്കും അവർക്ക് ലഭിക്കുന്ന ആ പ്രസിദ്ധി അല്ലെങ്കിൽ കീർത്തി എങ്ങനെ അവർക്ക് കൈകാര്യം ചെയ്യണമെന്ന് അറിയുകയില്ല. And because of that they make wrong choices. അത് കാരണം അവർ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. Peter had a great catch. പത്രോസിന് ഒരു പെരുത്ത ഒരു മീൻകൂട്ടം ലഭിച്ചു. And they were astonished. അവർ സംഭ്രമിച്ചിരുന്നു. You know, many people would have thought, let's start a business now. പലരും ചിന്തിച്ചിട്ടാകാം ഇപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങാം. Jesus is here. യേശു ഉണ്ട്. So every day when I pray, you know, I get a great catch. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെരുത്ത മീൻകൂട്ടം Therefore I'm going to start a business. അതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാം. You know, that's not how Peter thought. എന്നാൽ പത്രോസ് അങ്ങനെയല്ല ചിന്തിച്ചത്. They brought their boats to the land. അവർ അവരുടെ പടകുകൾ കരയ്ക്ക് അടുപ്പിച്ച് They forsook everything. അവർ സകലവും വിട്ട് Even that great catch. ആ പെരുത്ത മീൻകൂട്ടം പോലും ഉപേക്ഷിച്ചു. That great catch which they were praying for. അവർ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അധ്വാനിച്ചത്. Because they knew the greatest catch was not the fish, was Jesus himself. കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ആ മീൻകൂട്ടമല്ല, എന്നാൽ യേശുവാണ്. They left everything. They even their father, mother, they left their brothers, everything, and they went after the Lord. അവരുടെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും എല്ലാം വിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. When you see success or wealth, don't love that wealth. നിങ്ങൾ ആ വിജയത്തെയോ നിങ്ങളുടേതായിട്ടുള്ള സമ്പത്തിനെയോ കാണുമ്പോൾ നിങ്ങൾ അതിനെ സ്നേഹിക്കരുത്. Instead, love the one that gave that wealth. എന്നാൽ അത് നൽകിയ ആ ദൈവത്തെ സ്നേഹിക്കുക. How do you react when you have success? നിങ്ങൾക്ക് വിജയം ലഭിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? Hallelujah. I want to tell you one formula. ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല സൂത്രവാക്യം നൽകട്ടെ. You know, when my children come to tell me that I got this in school, I accomplished that. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് ഇത് ലഭിച്ചു എന്ന് പറയുമ്പോൾ I tell them everything that you have, ഞാൻ അവരോട് പറയും നിങ്ങൾക്കുള്ളത് മുഴുവൻ, everything that you had, നിങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം, and everything that you have now, ഇപ്പോഴുള്ളതും, and everything that you're going to get in the future, ഇനിയും ലഭിക്കാൻ പോകുന്നതുമെല്ലാം is from the Lord. അത് ദൈവത്തിൽ നിന്നാകുന്നു. Whatever we have എന്തുണ്ടെങ്കിലും is from the Lord. അത് ദൈവത്തിൽ നിന്നാകുന്നു. That's how we handle success. അങ്ങനെയാകുന്നു നാം വിജയത്തെ കൈകാര്യം ചെയ്യുന്നത്. Hallelujah. Hallelujah. You know, when my father was in the Gulf, when he would come home, എൻ്റെ പിതാവ് ഗൾഫിലായിരുന്ന സമയത്ത് അദ്ദേഹം ഭവനത്തിലേക്ക് വരുമ്പോൾ you know, he used to come with this 2-3 baggages. 2-3 പെട്ടികളും കൊണ്ട് വരും. My eyes on the petti. എൻ്റെ കണ്ണുകളെല്ലാം പെട്ടിയിലാണ്. We forget about the father. ചിലപ്പോൾ പിതാവിനെ കുറിച്ച് മറന്നു പോകും. You know, that's what sometimes we do when we are focused on what is in the Lord's hand. ദൈവത്തിന്റെ കരത്തിൽ എന്തുണ്ട് എന്നാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, എന്നാൽ ദൈവത്തെ മറന്നു The പോകുകയാണ്. visa that is there in Lord's hand, ദൈവത്തിന്റെ കരത്തിലുള്ള എനിക്ക് വേണ്ടിയുള്ള വിസ, or that healing that is there in the Lord's hand, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ എനിക്ക് വേണ്ടിയുള്ള ആ സൗഖ്യം, or that particular anointing for that particular ministry which is in the Lord's hand, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആ പ്രത്യേക അഭിഷേകം ദൈവത്തിന്റെ കരത്തിലുള്ളത്, and we are looking at that. അതാകുന്നു നാം നോക്കുന്നത്. But you look at the person എന്നാൽ ആ വ്യക്തിയെ who is holding that thing for you. ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. Hallelujah. ആമേൻ. Your surrender to God in your success keeps you humble. നിങ്ങളുടേതായിട്ടുള്ള ദൈവത്തോടുള്ള വിധേയത്വം നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് നിങ്ങളെ താഴ്മപ്പെടുത്തി നിൽക്കുന്നു. Your surrender to God in your success will help you to reflect and give God all the glory. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ ദൈവത്തോട് വിധേയപ്പെടുമ്പോൾ മഹത്വം മുഴുവൻ യേശുവിന് നൽകുവാൻ നിങ്ങളെ സഹായിക്കും. So there is a season of success for you. അതുകൊണ്ട് വിജയത്തിന്റെ ഒരു കാലം നിങ്ങൾക്കുണ്ട്. Amen. Amen. The next season, അടുത്ത കാലം, let's look at Genesis 21 verse 14 to 20. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെതായിട്ടുള്ള 21-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. I will probably summarize that for you because of the lack of time. അത് സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. Here is Hagar who is going out. ഹാഗാർ പുറത്തേക്ക് പോവുകയാണ്. And she goes into the wilderness. താൻ മരുഭൂമിയിലേക്ക് പോവുകയാണ്. And she had this little boy Ishmael. ഇഷ്മായേൽ എന്ന് പറയുന്ന ബാലൻ തന്റെ കൂടെ ഉണ്ട്. And they were thirsty. അവർക്ക് വെള്ളമില്ല, അവർക്ക് ദാഹിച്ചു.
So she lifted her voice and wept. തന്റെ സ്വരം ഉയർത്തി. And the Bible says God heard the voice. തിരുവചനം പറയുന്നു ദൈവം അവളുടേതായിട്ടുള്ള നിലവിളി കേട്ടു. So she had to leave her master, she had to leave Sarah, and she had to come into the wilderness with this boy. തന്റെ യജമാനെ വിട്ട് സാറായിയെ വിട്ട് താൻ മരുഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. And verse 19, let's read verse 19. 19ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച ബാലനെ കുടിപ്പിച്ചു. Yeah, verse 20 also. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. Yeah. You know, sometimes in life we are all alone. ചില സമയത്ത് ജീവിതത്തിൽ നാം ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു. Probably everyone has left us. മറ്റെല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചിരിക്കുന്നു. We are all alone in this life journey. നാം എല്ലാവരും ഈ ജീവിത യാത്രയിൽ ഒറ്റയ്ക്കെന്ന് തോന്നുന്നു. You might be a single mother. നിങ്ങൾ ഒരുപക്ഷെ ഒറ്റയ്ക്കായിട്ട് ആയിരിക്കുന്ന ഒരു മാതാവായിരിക്കാം. Or a single father. അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന പിതാവായിരിക്കാം. Or a boy or a girl who has come into the faith without your parents. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. And you might think, God, I'm going to die in this wilderness. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, കർത്താവേ ഞാൻ ഈ മരുഭൂമിയിൽ മരിച്ചു പോകും. Hallelujah. Hallelujah. There was a time when I thought like that. ഞാൻ അതുപോലെ ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. When I came full time and I saw some challenges before me. ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് വരികയും ചില വെല്ലുവിളികൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. And I said, Lord, am I going to die here? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ ഇവിടെ മരിക്കുമോ? But the Lord just delivered in the right moment. എന്നാൽ ദൈവം തക്ക സമയത്ത് വിടുവിച്ചു. You surrender to God in your season of loneliness. നിങ്ങളുടേതായിട്ടുള്ള ഏകാന്തതയിൽ നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ will reveal a mighty presence of God. അത് ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്തെ വിളിച്ചറിയിക്കും. The Bible says God opened Hagar's eyes. തിരുവചനം പറയുന്നത് ദൈവം അവളുടെ കണ്ണു തുറന്നു. Those of you are thinking that nobody to understand you, I want to pray right now, God would open your eyes. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. Because that itself is a lie, because the Bible says God is there to understand. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന ആ ചിന്ത തന്നെ ഒരു നുണയാകുന്നു. തിരുവചനം പറയുന്നത് എല്ലായ്പ്പോഴും ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നു. God knows us. Hallelujah. ദൈവത്തിന് നമ്മെ അറിയാം. So don't take that lie. അതുകൊണ്ട് ഒരിക്കലും ആ നുണ സ്വീകരിക്കരുത്. Let God open your eyes ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. so that you can understand and know there is a mighty presence of God. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയും. Hallelujah. Hallelujah. Thank you, Jesus. നന്ദി യേശുവേ. So surrendering in our season when we are all alone, when we don't know who is there. അതുകൊണ്ട് നമ്മുടെ ഏകാന്തതയിൽ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നാം ദൈവത്തിന് വിധേയപ്പെടണം. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. Hallelujah. Let's just take a moment to pray. നമുക്ക് പ്രാർത്ഥിക്കാൻ അല്പസമയമെടുക്കാം. I just sense there are a lot of people here who is suffering from loneliness. ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന അനേകർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Depression. വിഷാദത്തിലൂടെ Some of you are offended with God. I want every eye to be closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരുന്നാട്ടെ. നിങ്ങളിൽ ചിലർ ദൈവവുമായിട്ട് ഒരു മനപ്രയാസത്തിലായി. Unanswered prayer, and because of that you are offended with God. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഇടർച്ച. Today I just want to pray for healing. ഇന്ന് ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Let every eye be closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരുന്നാട്ടെ. But if you are hurt with God or with somebody, ദൈവവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ഇടർച്ചയുണ്ടെങ്കിൽ I need you to just raise your hand up so that somebody can pray for you. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ ആരെങ്കിലും പ്രാർത്ഥിക്കും. Please don't look around. നിങ്ങൾ ചുറ്റും നോക്കരുത്. You know, many of us we have been offended with people. വ്യക്തികളുമായിട്ട് ഇടർച്ചയിലായിരിക്കുന്ന പലരുമുണ്ട്. Hallelujah. Just raise your hand up so very clearly so that the leaders can come and pray for you. നിങ്ങളുടെ കരം ഉയർത്തുമ്പോൾ ലീഡേഴ്സ് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Hallelujah. Hallelujah. Lord, I pray for the healing of the Holy Spirit. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. The healing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം. If you are thinking you are alone, Lord, നിങ്ങൾ ഒറ്റയ്ക്കെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ the Bible says that He is Emmanuel, God with you. തിരുവചനം പറയുന്നു ഈ ദൈവം ഇമ്മാനുവൽ ആകുന്നു, നമ്മോട് കൂടെയുള്ള ദൈവം. Don't take that lie. ആ നുണ നിങ്ങൾ സ്വീകരിക്കരുത്. You are not alone. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. Bible says He is Emmanuel, God with you. തിരുവചനം പറയുന്നു ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവൽ ആകുന്നു. He is an omnipresent God. ദൈവം സർവ്വവ്യാപിയാകുന്നു. He is the God of the whole universe. ദൈവം ഈ സർവ്വ പ്രപഞ്ചത്തിന്റെയും ദൈവമാകുന്നു. You have been made in His image. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. You have been made in His image. ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രതിച്ഛായയിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. In His very nature. ദൈവത്തിന്റെ സ്വഭാവത്തിൽ. And then no, you are not without family. You are with a family in heaven. നിങ്ങൾ ഒരു കുടുംബമില്ലാതെയല്ല, നിങ്ങൾ സ്വർഗീയമായിട്ടുള്ള കുടുംബത്തിലാകുന്നു. Every orphan spirit I rebuke it in Jesus' mighty name. എല്ലാ അനാഥത്വത്തിൻ്റെതായിട്ടുള്ള ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. Hallelujah.
Hallelujah. Hallelujah. I just pray for the depression to leave the house of God right now. ദൈവഭവനത്തിൽ നിന്ന് വിഷാദം വിട്ടുമാറുവാനായിട്ട് ഞാൻ കൽപ്പിക്കുന്നു. If you are yet to receive prayer, just raise your hand. Somebody will pray for you. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർന്നിരുന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ലീഡേഴ്സ് വന്ന് പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. Lord, I rebuke the spirit of depression. കർത്താവേ, വിഷാദത്തിൻ്റെതായിട്ടുള്ള ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. You know, the spirit of depression is torment. It is a spirit of torment. ഈ വിഷാദത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദണ്ഡനത്തിന്റെ ആത്മാവാണ്. I rebuke it, Lord. അതിനെ ഞാൻ ശാസിക്കുന്നു. I pray for the spirit of joy, which is the Holy Spirit. സന്തോഷത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. Let the joy of the Holy Spirit fill our people, Lord. പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ആത്മാവിനാൽ വ്യക്തികൾ നിറയട്ടെ. ആ സന്തോഷത്താൽ നിറയട്ടെ. Hallelujah. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. Anniyappa. Thank you, Father. Hallelujah. Hallelujah. If you still not received prayer, just wait after the church service. Somebody will pray for you. നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന ലഭിച്ചിട്ടില്ല എങ്കിൽ സർവീസിന് ശേഷം നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ആരെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. 1 Kings chapter 19. 1 രാജാക്കന്മാർ 19 അധ്യായം 1 to 5. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Let's read in Malayalam. നമുക്ക് അത് മലയാളത്തിൽ വായിക്കാം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷെബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. Elijah was running away. ഏലിയാവ് ഓടിപ്പോവുകയായിരുന്നു. He was afraid. താൻ ഭയപ്പെട്ടു. Just after he saw a great miracle. ഒരു വലിയ അത്ഭുതം കണ്ടതിന് ശേഷം And he wanted to give up. അതിനുശേഷം തനിക്ക് And മടുക്കുകയാണ്. he says to the angel, താൻ ദൂതനോട് പറയുകയാണ്, It is enough. മതിയായി, It is enough. ഇത് മതിയായി, Take my life. എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം. I am no better than my fathers. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. You know, I'm so blessed to see the reaction of God. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പ്രതികരണം കാണുമ്പോൾ ഞാൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടു. The reaction of God is not to condemn. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പ്രതികരണം എന്ന് പറയുന്നത് കുറ്റം വിധിക്കാനല്ല. The reaction of God is like a father. ഒരു പിതാവിനെ പോലെയുള്ള പ്രതികരണമാണ്. You know, it's not like the reaction of a king. It's the reaction of like a father. അത് ഒരു രാജാവിനെ പോലെയുള്ള പ്രതികരണമല്ല, എന്നാൽ ഒരു പിതാവിനെ പോലെയുള്ള പ്രതികരണം. Or I would say to be more appropriate, like how a mother is. അല്ലെങ്കിൽ അല്പം കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു മാതാവിനെ പോലെ. When the children are sick, you know, where the mother comes and says, "Get up and eat." അപ്പോൾ കുഞ്ഞുങ്ങൾ അസുഖത്തിലായിരിക്കുമ്പോൾ ഒരു മാതാവ് വന്ന് എഴുന്നേറ്റ് കഴിക്കുക എന്ന് പറയുന്നത് പോലെ. That's how God was there. അതുപോലെ ആയിരുന്നു ദൈവം ആ സമയത്ത്. Rise and eat. എഴുന്നേറ്റ് കഴിക്കുക. When you are running away, നീ ഓടുമ്പോൾ, when you say it's enough, നിങ്ങൾ മതിയായി എന്ന് പറയുമ്പോൾ, God wants to eat. ദൈവം നിങ്ങൾക്ക് ആഹാരത്തിനായി നൽകും. He wants to feed you. ദൈവത്തിന് നിങ്ങൾക്ക് ആഹാരം നൽകുവാൻ ആഗ്രഹമുണ്ട്. He wants to love you. ദൈവത്തിന് ആഗ്രഹം നിങ്ങളെ സ്നേഹിക്കുവാൻ. He wants you to have and look. He wants you to look at him. ഒരു സമയം എടുത്ത് നിങ്ങൾ ദൈവത്തിന്റെ മുഖം നോക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Eat what God is giving to you. ദൈവം എന്ത് നൽകുന്നുവോ നിങ്ങൾ അത് ഭക്ഷിക്കുക. That word that God is giving to you. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആ വചനം, Eat it. അത് നിങ്ങൾ ഭക്ഷിക്കുക. God is saying, eat, because the journey is difficult ahead for you. ദൈവം പറയുകയാണ് നിങ്ങൾ അത് ഭക്ഷിക്കുക, കാരണം മുന്നോട്ടുള്ള യാത്ര അത് ദുഷ്കരമാണ്. And when we are running away from God, we are running away starved. നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറി ഓടിപ്പോകുമ്പോൾ നാം പട്ടിണിയിലാണ് ഓടിപ്പോകുന്നത്. We are starved in the spirit. നമ്മുടെ ആത്മാവിൽ നാം ഒരു പട്ടിണിയുടെ അനുഭവത്തിലാകും. While we are fat in the flesh. നാം ജഡത്തിലാണെങ്കിലോ നാം കൊഴുത്തിരിക്കുന്നു. So God wants us to feed the spirit man. അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ആത്മ മനുഷ്യനെ പോഷിപ്പിക്കണമെന്നാണ്. So surrender when you want to give up. അതുകൊണ്ട് നിങ്ങൾ മടുത്തിരിക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിന് feed your spirit man.
നിങ്ങളുടെ ആത്മമനുഷ്യന് നിങ്ങൾ പോഷിപ്പിക്കുക. Feed your spirit man. നിങ്ങളുടെ ആത്മമനുഷ്യന് ആഹാരം നൽകുക. Hallelujah. 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 Thank you, Jesus. നന്ദി യേശുവേ. The Bible is full of food for the spirit man. തിരുവചനം മുഴുവൻ ആത്മമനുഷ്യന് വേണ്ടിയുള്ള ആഹാരമാണ്. Take your Bible and raise. Those who bought the Bible, don't take your phones and raise it. ബൈബിള് മാത്രം അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നവർ ഫോൺ എടുത്ത് പൊക്കണ്ട, ബൈബിള് കൊണ്ടുവന്നിരിക്കുന്നവര് പൊക്കുക. This is food for the spirit man. ഇത് ആത്മമനുഷ്യന് വേണ്ടിയുള്ള ആഹാരമാണ്. This is food for the spirit man. ഇത് ആത്മമനുഷ്യന് വേണ്ടിയുള്ള ആഹാരമാണ്. Hallelujah. Hallelujah. Some of the wives are looking at that. This is food for the spirit man. I don't know if you will get actual food in the afternoon. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് അറിയുകയില്ല. But God has given spiritual food. എന്നാൽ ആത്മീയ ആഹാരം ദൈവം തന്നിരിക്കുന്നു. The Bible is saying, arise and eat. തിരുവചനം പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് കഴിക്കുക. Don't run away from God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകരുത്. Because when you arise and eat, you will have revelation. നിങ്ങൾ എഴുന്നേറ്റ് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കും. Thank you, Jesus. നന്ദി യേശുവേ. I want to talk about the with lack of time. I will come to one more surrender. സമയക്കുറവുകൊണ്ട് ഞാൻ ഒരു വിധേയത്വത്തിന്റെ മണ്ഡലം കൂടെ ഞാൻ പറയട്ടെ. Surrender when God is calling you. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ വിധേയപ്പെടുക. Jesus told to Peter and Andrew, "Follow me, and I will make you fishers." യേശുക്രിസ്തു പത്രോസിനോടും അന്ത്രയോസിനോടും പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. And he told to James and John, "Follow me." യാക്കോബിനോടും യോഹന്നാനോടും പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. James and John left their boat, their father, and all and their workers, and they followed him. യാക്കോബും യോഹന്നാനും തങ്ങളുടെ പടക്, തങ്ങളുടെ പിതാവ്, തങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരെയും വിട്ട് യേശുവിനെ അനുഗമിക്കുക. When God is calling you, don't think about your fishing nets. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ മീൻപിടുത്തത്തിന്റെ വലകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. Or what your father and mother thinks. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചിന്തിക്കുമെന്നോ. Can you surrender today to God's call into your life? ഇന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള വിളിക്ക് നിങ്ങളെ വിധേയപ്പെടുത്തുവാൻ കഴിയുമോ? Everybody sitting here has a call of God. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. Old or young or little baby, everybody has a call of God. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. Can you surrender to that call of God? ദൈവത്തിന്റെ ആ വിളിക്ക് നിങ്ങൾക്ക് വിധേയപ്പെടുവാൻ കഴിയും. And you know that surrender is not after you retire. അത് നിങ്ങൾ വിരമിച്ചതിന് ശേഷമുള്ള ആ വിധേയപ്പെടലല്ല. James and John was probably in Jesus' age. The Bible says they immediately left their nets. യാക്കോബ് യോഹന്നാനും ഒരുപക്ഷെ യേശുവിന്റെ തന്നെ പ്രായത്തിലാണെന്ന് വിശ്വസിക്കുന്ന അവർ ഉടനെ തന്നെ അവരുടെ വലകൾ ഇട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. Actually, the call is in the prime of your life. അപ്പോൾ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും മികച്ച കാലത്തിലാണ്. But it doesn't matter if you are a senior citizen today. It is to respond to God's call. ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മുതിർന്ന പ്രായത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ന് ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കുക. Hallelujah. Hallelujah. When you surrender to God's call, ദൈവത്തിന്റെ വിളിക്ക് നിങ്ങളെ തന്നെ വിധേയപ്പെടുമ്പോൾ God will begin to share His burdens with you. ദൈവത്തിന്റെ ഭാരം ദൈവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ തുടങ്ങും. When God cries, you will cry with God. ദൈവം വിലപിക്കുമ്പോൾ നിങ്ങളും ദൈവത്തോട് ചേർന്ന് കരയുവാൻ. When Nehemiah heard about the broken walls of Jerusalem, യെരുശലേമിന്റെ തകർന്ന മതിലുകളെ കുറിച്ച് നെഹമ്യാവ് കേട്ടപ്പോൾ he cried, he was broken. താൻ തകർന്ന് കരയുവാൻ തുടങ്ങി. When Esther heard about what could happen to her countrymen, തന്റെ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടി തന്റെ ദേശക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് എസ്തർ കേട്ടപ്പോൾ she stood before the king. താൻ രാജാവിന്റെ മുമ്പാകെ നിൽക്കുവാൻ തീരുമാനിച്ചു. Surrender today to God's call to your life. ദൈവത്തിൻ്റെതായിട്ടുള്ള വിളിക്ക് മുമ്പാകെ ഇന്ന് നിങ്ങൾ വിധേയപ്പെടും. Not for tomorrow. നാളത്തേക്കായിട്ടല്ല. Because tomorrow you don't know what's happening. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. Thank you, Father. നന്ദി പിതാവേ. Lord, we pray, Daddy, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. that we will surrender to your call. ഞങ്ങൾ അങ്ങയുടെ വിളിക്ക് ഞങ്ങൾ വിധേയപ്പെടും. Hallelujah. ഹല്ലേലൂയ. I sense the Lord is calling somebody. ദൈവം ചിലരെ വിളിക്കുന്നതാണ് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Thank you. I want that person to pray about God's call. നിങ്ങൾ ദൈവ വിളിയെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ. Hallelujah. Hallelujah. You know, when the man of God came, he said many women will arise in this church. ദൈവദാസൻ വന്ന് ഇങ്ങനെ പറയുകയുണ്ടായി, അതായത് അനേക സഹോദരിമാർ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കും. Therefore, I want to give that call to you today. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആ വിളി ഞാൻ നൽകുകയാണ്. It's not about a call based on your talents. നിങ്ങളുടെ കഴിവുകളെ ആസ്പദമാക്കിയുള്ള വിളിയല്ല ഇത്. It is just that God has called you. That's it. ദൈവം നിങ്ങളെ വിളിച്ചു, അത് തന്നെ. It is not based on your background.
നിങ്ങളുടെ പശ്ചാത്തലത്തെ ആസ്പദമാക്കിയല്ല. It's just that God has called you. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അത്ര തന്നെ. Hallelujah. Hallelujah. God has called you. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. Can you respond to that today? നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാമോ? I will serve God in whatever that He tells me. ദൈവം എന്നെ ഏൽപ്പിക്കുന്നത് ഏതാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കും. I'll say yes to God's call. ഞാൻ ദൈവത്തിന്റെ വിളിയോട് ഉവ്വെന്ന് പറയും. I will say yes to God's call. ഞാൻ ദൈവത്തിന്റെ വിളിയോട് ഉവ്വെന്ന് പറയും. I sense in the life of Gracie Mama, God is calling to you for the next phase in your call, in God's call for you. ഗ്രേസി മാമയുടെ ജീവിതത്തിൽ ദൈവവിളിയുടെ അടുത്ത നിലവാരത്തിലേക്ക് കർത്താവ് താങ്കളെ വിളിക്കുന്നു. Hallelujah. 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 I pray that many would arise in the church for God's call. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സഭയിൽ അനേകർ ദൈവവിളിക്കായി എഴുന്നേൽക്കും. Today God is calling you and I for missions. ദൈവം എന്നെയും നിങ്ങളെയും ദൗത്യത്തിന് വേണ്ടി ഇന്ന് വിളിക്കുന്നു. Missions. Hallelujah. ദൗത്യങ്ങൾ. Thank you, Lord. നന്ദി യേശുവേ. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. നന്ദി യേശുവേ. Lord, we surrender before you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മുമ്പാകെ വിധേയപ്പെടുന്നു. The harvest is plenty, കൊയ്ത്ത് വളരെയുണ്ട്, but the laborers are few. എന്നാൽ വേലക്കാരോ ചുരുക്കം. Hallelujah. If anybody wants to respond to God's call, ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ I just want you to raise your hand. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരുന്നാട്ടെ. Just raise your hand. Hallelujah. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. Hallelujah. Hallelujah. Thank you, Father. നന്ദി പിതാവേ. Rabba Rabaranthiana Hananthiananthiane Renthiananthananda. Lord, I pray, Daddy, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. let there be laborers in the field. കർത്താവേ, വയലിൽ വേലക്കാരുണ്ടാകട്ടെ. Laborers in the field. വേലക്കാരുണ്ടാകട്ടെ. Send them, Lord. കർത്താവേ, അവരെ അയക്കണമേ. Send us, Lord. കർത്താവേ, ഞങ്ങളെ അയക്കണമേ. Send us, Daddy. ഞങ്ങളെ അയക്കണമേ. We are responding to your call. കർത്താവേ, ഇവർ അങ്ങയുടെ വിളിയോട് പ്രതികരിക്കുന്നു. We are leaving our boats, our father, mother, and following you. ഞങ്ങളുടെ പടകുകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരെ എല്ലാവരും വിട്ട് ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. Tell to the Lord, Lord, I'm leaving my boat. ദൈവത്തോട് പറഞ്ഞാട്ടെ, എന്റെ പടക് ഞാൻ ഉപേക്ഷിക്കുന്നു. My father, my children, my spouse, I'm following you, Lord. എന്റെ മാതാപിതാക്കൾ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഭർത്താവ്, അവരെല്ലാവരും ഞാൻ വിട്ട് അങ്ങേ അന്വേഷിക്കുന്നു. Not that you're physically leaving them, but you're following the Lord. അവരെല്ലാം ഭൗതികമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലല്ല, എന്നാൽ ദൈവത്തിന്റെ ആ അനുഗമിക്കുന്ന വലിയ പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ചാണ്. Can you say, Lord, I follow you? ദൈവത്തോട് പറയാമോ, കർത്താവേ, ഞാൻ അങ്ങേ അനുഗമിക്കുന്നു. I don't know everything. I don't know everything. കർത്താവേ, എനിക്കൊന്നും അറിയുകയില്ല, But I want to follow you. എന്നാൽ ഞാൻ അങ്ങേ അനുഗമിക്കുന്നു. I'm not worthy for following you. കർത്താവേ, അങ്ങേ അനുഗമിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, But I'm following you because you called. എന്നാൽ അങ്ങനെ വിളിച്ചതിനാൽ ഞാൻ അങ്ങേ അനുഗമിക്കുന്നു. I'm following you because you loved me. അങ്ങനെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ അങ്ങേ അനുഗമിക്കുന്നു. I don't know what's going to happen next, but I'm following you. ഇനി അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയുകയില്ല, എന്നിരുന്നാലും ഞാൻ അങ്ങേ അനുഗമിക്കുന്നു. Make me your disciple, Lord, today. കർത്താവേ, അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനാക്കണം. Thank you, Father. നന്ദി പിതാവേ. In Jesus' mighty name I pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.